ഏഷ്യ കപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ബംഗ്ലാദേശിന് 8 റൺസ് ജയം. ബംഗ്ലാദേശിന്റെ 155 റൺസ് പിന്തുടർന്ന അഫ്ഗാൻ 146 റൺസിന് എല്ലാവരും പുറത്തായി. ഇതോടെ ശ്രീലങ്കയ്ക്കെതിരായ മത്സരം അഫ്ഗാന് നിർണായകമായി. ശ്രീലങ്കയ്ക്കെതിരെ ജയിച്ചാൽ അഫ്ഗാനിസ്ഥാന് സൂപ്പർ ഫോറിലേക്ക് എത്താം. അഫ്ഗാൻ തോറ്റാൽ ബംഗ്ലാദേശ് സൂപ്പർ ഫോറിലെത്തും. ചാമ്പ്യൻസ് ലീഗിൽ വമ്പന്മാർക്ക് ജയത്തുടക്കം. മാഴ്സയെ 1-2 ഗോളുകൾക്ക് തകർത്ത റയൽ മാഡ്രിഡ്. എംബാപ്പയുടെ ഇരട്ട ഗോൾ മികവിലാണ് റയലിന്റെ ജയം. ചാമ്പ്യൻസ് ലീഗിൽ റയലിന്റെ 200ാം ജയം കൂടിയായിരുന്നു. ആഴ്സണൽ അത്ലറ്റിക് ക്ലബിനെയും ടോട്ടനം വിയ്യാറയലിനെയും തോൽപ്പിച്ചു. യുവന്റസ് ഡോട്ട്മുണ്ട് മത്സരം സമനിലയിൽ അവസാനിച്ചു. ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് സൂപ്പർ ടീമുകൾ നേർക്കുനേർ ഏറ്റുമുട്ടും. ബയേൺ ചെൽസിയെയും ലിവർപൂൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെയും നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ PSG ഇന്നിറങ്ങും. അറ്റ്ലാന്റയാണ് എതിരാളികൾ. മത്സരം രാത്രി 12:30. ഇന്റർ മിലാൻ അയാക്സിനെ നേരിടും. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒളിമ്പ്യൻ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വൈകിട്ട് 3:40 നടക്കുന്ന ജാവലിൻ ത്രോ യോഗ്യതാ മത്സരത്തിലാണ് നീരജ് ഇറങ്ങുന്നത്. പാകിസ്ഥാന്റെ അർഷദ് നദീം അടക്കം സൂപ്പർ താരങ്ങളാണ് നീരജിന്റെ എതിരാളികൾ. നീരജിനൊപ്പം 3 ഇന്ത്യൻ താരങ്ങളും യോഗ്യതാ മത്സരത്തിനായി ഇന്നിറങ്ങും. FC ചാമ്പ്യൻസ് ലീഗ് 2 ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തോൽവി. തുർക്ക്മെനിസ്ഥാൻ ക്ലബ് അഹൽ FK ആണ് മോഹൻ ബഗാനെ തോൽപ്പിച്ചത്. എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു തുർക്ക്മെനിസ്ഥാൻ ക്ലബിന്റെ ജയം. ഇന്ന് FC ഗോവ ഇറാഖി ക്ലബ് അൽ സബ്രയെ നേരിടും. മേജർ ലീഗ് സോക്കറിൽ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ കരുത്തിൽ ഇന്റർ മയാമിക്ക് തകർപ്പൻ ജയം. ലീഗ് കപ്പ് ജേതാക്കളായ സിയാറ്റിൽ സൗണ്ടേഴ്സിനെ 1-3 ഗോളുകൾക്ക് തകർത്തു. മത്സരത്തിൽ ഗോളും അസിസ്റ്റുമായി തിളങ്ങിയ ലയണൽ മെസ്സി മയാമിക്കായി ജോഡെ ആൽബയും ഇയാൻ ഫ്രേയും വലകുലുക്കി.